കൊച്ചി സൈബർ പോലീസ് പിടികൂടിയ സൈബർ തട്ടിപ്പുകളുടെ മാസ്റ്റർ ബ്രെയിൻ ലിങ്കൺ വിശ്വാസിനെ കൊച്ചിയിലെത്തിച്ചു. കൊൽക്കത്തയിലെത്തി സാഹസികമായാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വാഴക്കാല സ്വദേശിനിയെ തട്ടിച്ച് 4 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, ഇത് വെറുമൊരു അറസ്റ്റല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയിലേക്ക്, ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനിലേക്ക് തന്നെ, ലിങ്കൺ വിശ്വാസിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. സുപ്രധാനമായ ഒരുപാട് വിവരങ്ങൾ അയാളിൽ നിന്ന് ശേഖരിക്കാനുണ്ടാകും. നേരത്തെ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നാണെങ്കിൽ ഒരു 100-ലധികം കേസുകളിലെങ്കിലും ഇയാൾ പ്രതിയാവുന്ന നിലയുണ്ടാകും. എന്താണ് ഇനി അടുത്ത നീക്കം? റിജിത്ത്, ഇന്ത്യയിൽ തന്നെ ഓൺലൈൻ തട്ടിപ്പുകാരെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനിയാണ് കേരള സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കൊച്ചിയിൽ നിന്ന് പോയ സംഘം അയാളുടെ നാട്ടിലെത്തി ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയതെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രാവിലെ തന്നെ അവിടെ വിമാനത്തിൽ കയറ്റിയ പ്രതിയെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് ഇൻഫോ പാർക്ക് സൈബർ സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസ് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാളുടെ നാട്ടിലെത്തിയപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് തട്ടിച്ചുകൊണ്ടുപോയ പണം ഉപയോഗിച്ച് വലിയ വീടുകളും കാറുകളും ഒക്കെ വാങ്ങി സുഖമായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. വലിയൊരു ഗ്യാങ് തന്നെ ആ പ്രദേശത്ത് ഉണ്ടാക്കിയിരുന്നു. കൃഷ്ണഗഞ്ച് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഈ പ്രതിയെ സൈബർ പോലീസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും പ്രതിയെ ഇന്ന് രാത്രി ചോദ്യം ചെയ്യും. നാളെയും വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം മാത്രമാകും കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും കേരള പോലീസിനും സൈബർ പോലീസിനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഇന്ത്യയിൽ ഇന്ന് പിടിയിലാകാനുള്ളതിൽ ഏറ്റവും കൊടും ക്രിമിനൽ, ഓൺലൈൻ തട്ടിപ്പുകളിൽ സാധാരണക്കാരുടെ പണം അടിച്ചുകൊണ്ടുപോകുന്ന ഏറ്റവും കൊടും ക്രിമിനലിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. സാഹസികമായി പോയി അവിടെ നിന്ന് പ്രതിയെ പിടികൂടിയ പോലീസ് സംഘം പ്രതിയെ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നു. കേരളത്തിൽ നിലവിൽ കഴിഞ്ഞിടെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ പ്രതിയാകാൻ പോകുന്ന ഒരു മുഖ്യ സൈബർ തട്ടിപ്പ് ക്രിമിനലിനെ തന്നെയാണ് കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇയാൾക്കെതിരായിട്ട് 100-ലധികം കേസുകൾ പോലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘം പറയുന്നത്. അത് ഇവിടുന്ന് പോയ പോലീസ് സംഘത്തിൻ്റെ മിടുക്ക് തന്നെയാണ്. ഏതായാലും കേരളത്തിൽ നിന്ന് പലരുടെയും പണം മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു കൊടും ക്രിമിനലിനെ കേരള പോലീസ് ഒടുവിൽ അയാളുടെ നാട്ടിൽ പോയി പിടിച്ചുകൊണ്ട് ഇവിടെ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നു. റിജിത്ത്, ശ്യാമി, വാഴക്കാലയിലെ സംഭവത്തിൽ തന്നെയാണെങ്കിൽ ഈ ലിങ്കൺ വിശ്വാസിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അയാളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. നമുക്കറിയാം അയാളുടെ പശ്ചാത്തലം, പ്രവർത്തന രീതിയൊക്കെ അറിയാം. ഈ സായുധ സംഘത്തിൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ ഉള്ള ആളാണ്. അവിടെ അതിസാഹസികമായി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായി. അതെങ്ങനെയാണ് പോലീസ് വിശദീകരിച്ചത് നേരത്തെ? റിജിത്ത്, വാഴക്കാലയിൽ മധ്യവയസ്കയായ ഒരു സ്ത്രീയെ കബളിപ്പിച്ച് 4 കോടി രൂപയാണ് ഈ ലിങ്കൺ വിശ്വാസ് എന്ന് പറയുന്ന കൊടും ക്രിമിനൽ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. അതിനുശേഷം ഇയാളുടെ പുറകെ തന്നെ കേരള പോലീസിൻ്റെ ഒരു സംഘം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരവിടെ ചെല്ലുന്നത് കൃഷ്ണഗഞ്ച്, അതായത് പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശ് അതിർത്തിയിലാണ് ഇയാൾ ഉണ്ടായിരുന്നത്. അവിടേക്ക് എത്തുക തന്നെ ദുഷ്കരമാണ്. അങ്ങനെ ഇയാളെ കൃത്യമായി ട്രേസ് ചെയ്ത പോലീസ് സംഘം അവിടെ എത്തുകയും ഇയാളെ ചോദ്യം ചെയ്യലിന് എന്നുള്ള രീതിയിൽ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. സായുധമായ ആളുകൾ കാവൽ നിൽക്കുന്ന ഒരു ആൾ കൂടിയാണ് ഈ ലിങ്കൺ വിശ്വാസ്. അയാളെ വളരെ സാഹസികമായി അവിടെ നിന്ന് പിടികൂടി മണിക്കൂറുകൾക്കകം വിമാനത്താവളത്തിലെത്തിച്ചു, അവിടെ നിന്ന് കേരളത്തിലെത്തിച്ചു. അല്ലെങ്കിൽ പോലീസ് സംഘം പോലും ആക്രമിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകാമായിരുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥർ സുരക്ഷിതരായി തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പ്രതി കേരളത്തിൽ നടത്തിയിരിക്കുന്നത് ഈ ഒരു 4 കോടിയുടെ തട്ടിപ്പല്ല. പല ജില്ലകളിലും ഇങ്ങനെ പലരുടെയും പണം ഓൺലൈൻ അറസ്റ്റ്, സൈബർ അറസ്റ്റ്, അങ്ങനെ പല പേരിൽ തട്ടിച്ച് കൊണ്ടുപോയ പ്രതിയാണ്. ആ പണം ഉപയോഗിച്ച് അവിടെ സുഖമായി താമസിച്ചിരുന്ന പ്രതിയാണ് കേരള പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിൽ. ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് ലിങ്കൺ വിശ്വാസിനെ കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വളരെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കും.